എ പ്ലസ് ടു എ പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടേത് പുതിയൊരു വിഷയമാണ്. നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടേത് മറ്റൊരു പസിലാണ്. ഇതിനു മുന്നേ നമ്മൾ സമാന്തര പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ടൊരു പസിൽ ചെയ്തിരുന്നു. ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു രാജാവ് ഒരു കൊല്ലനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി. ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ച് തൻ്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ തൂക്കാൻ പറ്റിയ 5 തൂക്കക്കട്ടികൾ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. കട്ടികൾ ഉണ്ടാക്കാൻ കൊല്ലനെ സഹായിക്കാമോ? അവ തൂക്കുന്ന വിധവും വിവരിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ മഞ്ഞ കള്ളിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് ഇവിടെ ഉത്തരങ്ങൾ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ തൂക്കുന്ന വിധം ഈ കള്ളികളിൽ ചേർക്കുക. ഇവിടെ നമ്മൾ 1-2 കൊടുത്തിട്ടുണ്ട്. ശരിയാണെങ്കിൽ ഇവിടെ ശരി എന്ന് വരും, അല്ലെങ്കിൽ തെറ്റ് എന്ന് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് നോക്കാം. തൂക്കാനുള്ള കട്ടികൾ 1, 2, 4, 8, 16 എന്നിവയാണ് നമ്മൾ കണ്ടത്. ഇനി തൂക്കുന്ന വിധമാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ നോക്കുക. 1 തൂക്കാൻ 1ൻ്റെ കട്ടിയുണ്ട്, നമ്മൾ 1 വെക്കുന്നു, ശരിയെന്ന് കിട്ടുന്നു. അടുത്ത് നോക്കുക. 2ൻ്റെ കട്ടി ഉപയോഗിച്ച് 2 തൂക്കാം. 3ൻ്റെ കട്ടിയില്ല, അതിനുവേണ്ടി നമ്മൾ 1ഉം 2ഉം ഉപയോഗിക്കുന്നു, 3 എന്ന് തൂക്കി കിട്ടുന്നു. 4ന് വേണ്ടി 4ൻ്റെ കട്ടിയുണ്ട്, 4ഉം 1ഉം കൂട്ടിയാൽ 5ൻ്റെ കട്ടി 5ൻ്റെ തൂക്കമാകുന്നു. 4, 2 എന്നിവ കൂട്ടിയാൽ 6, 4, 2, 3 എന്നിവ കൂട്ടിയാൽ 7, 8ൻ്റെ കട്ടിയുണ്ട്, അത് ഉപയോഗിച്ച് 8 തൂക്കാം. 8ഉം 1ഉം കൂട്ടിയാൽ 9, 8ഉം 2ഉം കൂട്ടിയാൽ 10, 8ഉം 2ഉം 1ഉം കൂട്ടിയാൽ 11, 8ഉം 4ഉം കൂട്ടിയാൽ 12, 8ഉം 4ഉം 1ഉം കൂട്ടിയാൽ 13, 8ഉം 4ഉം 2ഉം കൂട്ടിയാൽ 14, 8ഉം 4ഉം 2ഉം 1ഉം കൂട്ടിയാൽ 15 വരെ ഇപ്പോൾ നമ്മൾ തൂക്കി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 16ൻ്റെ കട്ടി ഉപയോഗിച്ച് നമുക്ക് 16 തൂക്കാം. 16ഉം 1ഉം കൂട്ടിയാൽ 17, 16ഉം 2ഉം കൂട്ടിയാൽ 18, 16ഉം 2ഉം 1ഉം കൂട്ടിയാൽ 19, 16ഉം 4ഉം കൂട്ടിയാൽ 20, 16ഉം 4ഉം 1ഉം കൂട്ടിയാൽ 21, 16ഉം 4ഉം 2ഉം കൂട്ടിയാൽ 22, 16, 4, 2, 1 എന്നീ കട്ടികൾ ഉപയോഗിച്ച് 23, 16, 8 കൂട്ടിയാൽ 24, 16, 8, 1 എന്നീ കട്ടികൾ ഉപയോഗിച്ചാൽ നമുക്ക് 25 കിട്ടും. 16, 8, 2 ഉപയോഗിച്ചാൽ 26, 16, 8, 2, 1 എന്നീ കട്ടികൾ ഉപയോഗിച്ച് നമുക്ക് 27 തൂക്കാം. 16, 8, 2, 16, 8, 4 ഉപയോഗിച്ചാൽ 28 എന്ന് കിട്ടുന്നു. 16, 8, 4, 1 ഉപയോഗിച്ചാൽ 29, 16, 8, 4, 2 എന്നീ കട്ടികൾ ഉപയോഗിച്ചാൽ 30, 16, 8, 4, 2, 1 എന്നീ 5 കട്ടികളും ഉപയോഗിച്ച് നമുക്ക് 31 തൂക്കാവുന്നതാണ്. കൊല്ലൻ നിർമ്മിച്ച 5 കട്ടികൾ അവ ഉപയോഗിച്ച് തൂക്കുന്ന വിധവും 1 മുതൽ 31 വരെ തൂക്കുന്ന വിധവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്രയും കട്ടികൾ നിർമ്മിച്ച കൊല്ലൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അടുത്തതായി ഒരു കട്ടി കൂടി നിർമ്മിച്ചാൽ ഇപ്പോൾ തൂക്കിയതിൻ്റെ ഇരട്ടിയും, വീണ്ടും 7ാമത്തെ ഒന്ന് നിർമ്മിച്ചാൽ അതിൻ്റെ ഇരട്ടിയും, വീണ്ടും നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയും, 9ാമത് നിർമ്മിച്ചാൽ അതിൻ്റെ 1 ഇരട്ടി കൂടിയും തൂക്കാമെന്ന് കൊല്ലൻ പറയുകയുണ്ടായി. കൊല്ലൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കട്ടികൾ ഏതാണ്? ഇതാണ് ചോദ്യം. ഇതിനു വേണ്ടി നമ്മൾ മുന്നത്തെ കട്ടികൾ ഒന്നുകൂടി പരിശോധിക്കാം. 1, 2, 4, 8, 16 എന്നീ കട്ടികളാണ് നിർമ്മിച്ചത്. ഇതുപയോഗിച്ച് തൂക്കിയ വിധം കണ്ടു. ഇത് തമ്മിലുള്ള ബന്ധം ഒന്ന് പരിശോധിച്ച് നോക്കാം. 1, 2, 1ൻ്റെ ഇരട്ടിയാണ് 2, വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടുന്നു, വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടുന്നു, വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 16 കിട്ടുന്നു. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇവയുടെ പൊതുഗുണിതം 2 ആണ്. അപ്പോൾ ഈ പരമ്പരയിലെ അടുത്ത കട്ടിയായിരിക്കും ഇവിടെ 6ാമത്തത്. അതായത് 16നെ 2 കൊണ്ട് ഗുണിച്ചാൽ 32 കിട്ടുന്നു. 63 വരെ തൂക്കാം. 64 എന്നതാണ്
അടുത്ത കട്ടി 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 127 വരെ തൂക്കാം. അപ്പോൾ 64ൻ്റെ ഇരട്ടി 128 ആയിരിക്കും. അടുത്ത കട്ടി 255 വരെ തൂക്കാം. 256 9ാമത്തെ കട്ടി 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 511 വരെ തൂക്കാമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ത്രാസിൻ്റെ ഒരു തട്ടിൽ മാത്രം കട്ടികൾ വെച്ച് തൂക്കുന്ന രീതിയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. കൊല്ലൻ രാജാവിനോട് പറഞ്ഞു, അങ്ങ് ത്രാസിൻ്റെ 2 തട്ടിലും വെച്ച് തൂക്കുകയാണെങ്കിൽ കേവലം 4 കട്ടികൾ കൊണ്ട് തന്നെ 1 മുതൽ 40 വരെ തൂക്കുവാൻ കഴിയും. കൊല്ലൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കട്ടികൾ ഏതൊക്കെയാണ്? ഈ ശ്രേണിയിൽ തുടർന്നുള്ള കട്ടികൾ ഏതൊക്കെയാണ്? അതുപയോഗിച്ച് എത്ര വരെയൊക്കെ തൂക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കൊല്ലൻ നിർമ്മിക്കുന്ന കട്ടികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? പലർക്കും കിട്ടി കാണും. നമുക്കിവിടെ ചേർക്കാം. 1ാമത്തെ കട്ടി 1 ആണ്. അടുത്ത കട്ടികൾ നോക്കുക. കട്ടികൾ 1, 3, 9, 27 എന്നിവയാണ്. ഇതുപയോഗിച്ച് നമ്മൾക്ക് 1 മുതൽ 40 വരെ ത്രാസിൻ്റെ 2 തട്ടിലും കട്ടികൾ വെച്ചുകൊണ്ട് തൂക്കാം. ഈ ശ്രേണിയിലെ മറ്റ് കട്ടികൾ നോക്കുക. 81, 241, 43, 729 എന്നീ കട്ടികളായിരിക്കും. ഇത് തമ്മിലുള്ള ബന്ധമൊന്ന് പരിശോധിക്കാം. 1, 3, 9, 27 ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? 1, 3, 3, 3, 9, 9, 3, 27 3 കൊണ്ട് ഗുണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഖ്യാശ്രേണിയാണ് ഇതെന്ന് കാണാം. നമ്മൾ സമാന്തര ശ്രേണിയിൽ ഒരേ സംഖ്യ കൂട്ടിയായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത ശ്രേണിയിലെ മറ്റു സംഖ്യകളാണ് 81, 243, 721, 29. ഇവ ഉപയോഗിച്ച് എങ്ങനെ തൂക്കാമെന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കാം. 1 തൂക്കാൻ 1ൻ്റെ കട്ടിയുണ്ട്. 3 തൂക്കാൻ 2 തൂക്കാൻ 2ൻ്റെ കട്ടിയില്ല. 3ൻ്റെ കട്ടിയുണ്ട്, 1ൻ്റെ കട്ടിയുണ്ട്. ഒരു തട്ടിൽ 3ൻ്റെ കട്ടി വെക്കുന്നു, മറ്റേ തട്ടിൽ 1ൻ്റെ കട്ടി വെക്കുന്നു. അപ്പോൾ തൂക്കം 2 ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ മഞ്ഞ കള്ളിയിൽ കൊടുത്തിരിക്കുന്നത് തട്ട് 1 ആണ്. തട്ട് 2 കൊടുത്തിരിക്കുന്നത് ഈ പച്ച കള്ളികളാണ്. ഇവിടെ 1ാമത്തെ തട്ടിലെ തൂക്കമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പച്ചക്കള്ളിയിൽ. ഈ ഇളം നീല കള്ളിയിൽ കൊടുത്തിരിക്കുന്ന 2ാമത്തെ തട്ടിലെ തൂക്കമാണ് ഇത്. മൊത്തം തൂക്കം എത്രയാണെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. 3 തൂക്കാൻ 3ൻ്റെ കട്ടിയുണ്ട്. 4 തൂക്കാൻ 3 1 വെക്കുന്നു. 5 തൂക്കാൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഒരു തട്ടിൽ 9ൻ്റെ കട്ടി നോക്കുന്നു, മറ്റേ തട്ടിൽ 3 1 വെക്കുന്നു. അടുത്ത് നോക്കുക. 9 3 ഈ 2 തട്ടുകളിൽ വെച്ചാൽ 6, 9 1 ഒരു തട്ടിൽ വെച്ചാൽ 10. അതിൽ ഇങ്ങേ തട്ടിൽ 3 വെക്കുമ്പോൾ 7 കിട്ടുന്നു. അടുത്ത് നോക്കുക. ഒരു തട്ടിൽ 9 മറ്റേ തട്ടിൽ 1 വെച്ചുകൊണ്ട് 8 തൂക്കുന്നു. 10ന് വേണ്ടി 9 1 വെക്കുന്നു. 11ന് വേണ്ടി നോക്കുക. 9 3 ഒരു തട്ടിൽ വെക്കുന്നു, മറ്റേ തട്ടിൽ 1 വെക്കുന്നു. അടുത്ത് നോക്കുക. 9 3 12 തൂക്കുന്നു. ഇതെല്ലാം ശരിയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു നോക്കുക കേട്ടോ. അടുത്തത് 9 3 1 എന്നിവ ഒരു തട്ടിൽ വെച്ചാൽ 13 കിട്ടുന്നു. 27 ഒരു തട്ടിൽ വെക്കുന്നു, മറ്റുള്ള തട്ടുകളിൽ 9 3 1 വെച്ചാൽ തൂക്കം 14 ആയിരിക്കും. ശരിയെന്ന് കാണുന്നു. അടുത്തത് നമുക്ക് കിട്ടേണ്ടത് 14 ആണ്. 14ന് വേണ്ടി നമ്മൾ 27 ഒരു ഭാഗത്തും 9 3 1 മറ്റേ തട്ടിലും വെക്കുന്നു. നമുക്ക് 15ന് വേണ്ടി 27 ഒരു തട്ടിലും 9 3 മറ്റൊരു തട്ടിലും വെച്ചു.
27 ഒരു തട്ടിലും 1 അതേ തട്ടിലും 9 ഇങ്ങേ തട്ടിലും വെച്ചാൽ 9 3 ഇങ്ങേ തട്ടിലും വെച്ചാൽ 16 ആയി. അതുപോലെ 27 ഒരു തട്ടിലും 27 3 ഒരു തട്ടിലും 9 1 മറ്റേ തട്ടിലും വെക്കുമ്പോൾ 17. 18 വേണ്ടി 27 ഒരു തട്ടിലും 9 1 9 ഒരു തട്ടിലും വയ്ക്കുന്നു. 19 വേണ്ടി 27 3 ഒരു തട്ടിൽ വെക്കുന്നു, 9 മറ്റേ തട്ടിൽ വെക്കുന്നു. 20 വേണ്ടി 27 3 ഒരു തട്ടിലും 9 1 മറ്റേ തട്ടിലും വെക്കുന്നു. 22 വേണ്ടി 27 3 1 ഒരു തട്ടിലും മറ്റേ തട്ടിൽ 9 വെക്കുന്നു. 23 വേണ്ടി 27 ഒരു തട്ടിലും 3 1 മറ്റേ തട്ടിലും വെക്കുന്നു. 25 വേണ്ടി 27 3 ഒരു തട്ടിലും മറ്റേ തട്ടിൽ 3 വെക്കുന്നു. 26 വേണ്ടി 26 ഒരു തട്ടിലും 1 ഒരു തട്ടിലും വെക്കുന്നു. 27 27 വെക്കുന്നു. 28 27 1 വെക്കുന്നു. 28 29 27 3 ഒരു തട്ടിലും മറ്റേ തട്ടിൽ 1 വെക്കുന്നു. 30 വേണ്ടി 27 3 വെക്കുന്നു. 31 27 3 1 വെക്കുന്നു. 32 വേണ്ടി 27 9 ഒരു തട്ടിലും 3 1 മറ്റേ തട്ടിൽ വെക്കുന്നു. 33 വേണ്ടി 27 9 ഒരു തട്ടിലും മറ്റേ തട്ടിൽ 3 വെക്കുന്നു. 34 വേണ്ടി 27 9 1 ഒരു തട്ടിലും 3 മറ്റേ തട്ടിലും വെക്കുന്നു. 35 വേണ്ടി 27 9 ഒരു തട്ടിലും 1 മറ്റേ തട്ടിലും വെക്കുന്നു. 36 വേണ്ടി 27 9 ഒരു തട്ടിലും ഒരു തട്ടിൽ വെക്കുന്നു. 27 9 1 ഒരു തട്ടിൽ വെച്ചാൽ 37. 27 9 3 ഒരു തട്ടിലും മറ്റേ തട്ടിൽ 1 വെച്ചാൽ 38. 27 9 1 27 9 3 ഒരു തട്ടിൽ വെച്ചാൽ 39. 27 9 3 1 അടക്കമുള്ള എല്ലാ കട്ടികളും ഒരേ തട്ടിൽ വെച്ചാൽ 40 എന്നും കിട്ടുന്നു. നമ്മുടെ പസിലിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതുപോലെ അത് ഉപയോഗിച്ച് തൂക്കുന്ന രീതിയും നമ്മൾ കണ്ടെത്തി. പസിലിൻ്റെ ഉത്തരമായ തൂക്കക്കട്ടികളുടെ തൂക്കം നമ്മൾ പരിശോധിച്ചാൽ 1 3 9 27 എന്തെങ്കിലും ബന്ധമുണ്ടോ? 1 3 3 3 9 9 3 27 എന്താണ്? ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ച് മുന്നേറുന്ന ഒരു സംഖ്യകളുടെ നിരയാണ് ഇവിടെ കാണുന്നത്. ആ നിരയിലെ അടുത്ത സംഖ്യ 81 ആയിരിക്കും. വീണ്ടും 3 കൊണ്ട് ഗുണിച്ചാൽ 243 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഗുണിച്ചാൽ 729 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്ര വരെയും 121 വരെയും 364 വരെയും 1093 വരെയും ഒക്കെ തൂക്കാമെന്നാണ്. ഇത്തരം സംഖ്യാശ്രേണികളെ നമ്മൾ സമഗുണിത സംഖ്യാശ്രേണികൾ എന്നാണ് പറയുന്നത്. സമാന്തര സംഖ്യാശ്രേണികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരേ സംഖ്യകൾ കൂട്ടിപ്പോകുന്ന സംഖ്യാശ്രേണികളാണ്. അതുപോലെ ഒരേ സംഖ്യ ഗുണിച്ചു പോകുന്ന സംഖ്യാശ്രേണികളെയാണ് സമഗുണിത സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. നമുക്ക് സമഗുണിത സംഖ്യാശ്രേണിയുടെ ചില പ്രത്യേകതകൾ കൂടി പരിശോധിക്കാം. ഒരേ സംഖ്യ ഗുണിച്ചു പോകുന്ന സംഖ്യയുടെ നിരയാണ്. തൊട്ടടുത്ത് ഉള്ള രണ്ട് സംഖ്യകളുടെ ഹരണഫലം, രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ ഹരിച്ചതിൻ്റെ ഫലം എല്ലായിടത്തും തുല്യമായിരിക്കും. ഇതിനെയാണ് പൊതുഗുണിതം എന്ന് പറയുന്നത്. സമഗുണിത സംഖ്യാശ്രേണിയുടെ ഒരു ഏകദേശ രൂപം, സാമാന്യ രൂപം എ ഒന്നാം പദമാണെങ്കിൽ AR ആയിരിക്കും രണ്ടാം പദം. ഇവിടെ 6 പൊതുഗുണിതമാണ്. ഒന്നാം പദത്തോടു കൂടി ഒരു പ്രാവശ്യം പൊതുഗുണിതം ഗുണിച്ചാൽ കിട്ടുന്നതാണ് രണ്ടാം പദം. മൂന്നാം പദം 2 പ്രാവശ്യം ഗുണിതം ഗുണിച്ചാൽ ഒന്നാം പദത്തോടു കൂടി ഗുണിച്ചാൽ മൂന്നാം പദം കിട്ടും. അതായത്
AR⁴ AR³ ആയിരിക്കും 4ാം പദം, AR⁴ ആയിരിക്കും 5ാം പദം. അങ്ങനെ പോകുമ്പോൾ n-ാം പദം AR⁻n-1 ആയിരിക്കും. ഇനി ഒരു പൊതുഗുണിതത്തിൻ്റെ R, അതായത് സമഗുണിത സംഖ്യാശ്രേണിയുടെ പൊതുഗുണിതം കാണാൻ അല്ലെങ്കിൽ R കാണാൻ ഏതെങ്കിലും അടുത്തടുത്തുള്ള 2 പദങ്ങളെടുത്ത് രണ്ടാമത്തെ പദത്തെ 1ാമത്തെ പദം കൊണ്ട് ഹരിച്ചാൽ മതിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാമാന്യ രൂപമാണ് ഇവിടെ വന്ന് R ഈസ് ഈക്വൽ ടു AR ഡിവൈഡഡ് ബൈ A എന്ന രീതിയിൽ നിന്നും നമുക്ക് ഈ സമാന്തര സംഖ്യാശ്രേണിയുടെ പൊതുഗുണിതം കണ്ടെത്താം. ഇനി നമ്മൾ ഇവിടെ ചെയ്ത 2 സംഖ്യാശ്രേണികളായിരുന്നു 1, 2, 4, 8 എന്നതും 1, 3, 9, 27 എന്ന സംഖ്യാശ്രേണി. ഇതനുസരിച്ചാണ് നമ്മൾ കട്ടികൾ കണ്ടെത്തിയത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് പൊതുഗുണിതം നമുക്കറിയാം, ഇവിടെ 2 ആണ്, അതിവിടെ ചേർക്കുന്നു, വെരി ഗുഡ് കിട്ടുന്നു. ഇവിടെ രണ്ടാമത്തെ ഉദാഹരണത്തിലുള്ളത് നമുക്ക് 3 ആണ്, അതിവിടെ ചേർക്കുന്നു, വെരി ഗുഡ് കിട്ടും. ഇതുപോലെ ഉദാഹരണമായിട്ട് ചില സംഖ്യാശ്രേണികൾ കൊടുക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക, അങ്ങനെ ഒരാൾ കൊടുക്കുന്നു മറ്റേയാൾ കണ്ടെത്തുന്നു എന്ന രീതിയിൽ ചെറിയ കളി രൂപത്തിൽ ഇത് നടത്താവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കണ്ടെത്താനുള്ളത് n-ാം പദം കണ്ടെത്തുക. ഒരു സമഗുണിത ശ്രേണിയിലെ 1ാം പദവും അതിലെ പൊതുഗുണിതവും തന്നാൽ n-ാം പദം എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. അതിനുള്ള സൂത്രവാക്യമാണ് AN ഈസ് ഈക്വൽ ടു AR⁻n-1. ഇവിടെ A 1ാം പദമാണ്, R പൊതുഗുണിതമാണ്, n എത്രാമത്തെ പദമാണോ കാണാൻ പറഞ്ഞത് അതാണ്. n-1 എന്ന് പറയുമ്പോൾ എത്രാമത്തെ പദമാണോ അതിൽ നിന്ന് 1 കിഴിച്ചത് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെത്താം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1ാം പദം 1 തന്നെയാണ്. കോമൺ റേഷ്യോ അതായത് പൊതുഗുണിതം 3 ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന 6ാമത്തെ പദമാണ്. നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാം. 1ാം പദം 1, കോമൺ റേഷ്യോ 3. നമ്മളോട് കണ്ടെത്താമെന്ന് 6ാമത്തെ പദമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്താം? 1 ഇൻറ്റു 3, 6ൽ നിന്ന് 1 കുറവ് 5 പ്രാവശ്യം ഗുണിക്കുക. 5 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 3, 3, 9, 9, 3, 27, 27, 3, 81, 81, 3, 243 എന്ന് കിട്ടുന്നു. ഉത്തരം ഇവിടെ കൊടുക്കുന്നു. നമ്മൾക്ക് വെരി ഗുഡ് കിട്ടുന്നു. ഇനി നമ്മൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ കണ്ടെത്താനൊരു ഓപ്ഷനുണ്ട്, ഷോ ആൻസർ സെലക്ട് ചെയ്താൽ ഉത്തരം ഇവിടെ കിട്ടും. നമ്മുടെ ഉത്തരം ശരിയല്ലെങ്കിൽ നമുക്കിവിടെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ വർക്ക്ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് മുന്നേറാവുന്നത്. ഒരു സമഗുണിത ശ്രേണി അതായത് ജിയോമെട്രിക്കൽ പ്രൊഗ്രഷനിലെ പൊതുഗുണിതം അതുപോലെ n-ാം പദം എന്നിവ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് n പദങ്ങളുടെ തുകയാണ്. നമുക്കറിയാം 1-ാം പദവും 2-ാം പദവും 3-ാം പദവും അതുപോലെ എത്ര പദം വരെയാണോ തന്നത് അത്രയും വരെയുള്ള സംഖ്യകളാണ് നമുക്ക് തുക കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മളൊരു സൂത്രവാക്യം നിർമ്മിക്കാൻ പോവുകയാണ്. S ഈക്വൽ ടു A 1-ാം പദം, അടുത്ത പദം ഒരു പ്രാവശ്യം പൊതുഗുണിതം ഗുണിച്ചാൽ AR, 2 പ്രാവശ്യം പൊതുഗുണിതം ഗുണിക്കുമ്പോൾ 3-ാം പദം കിട്ടുന്നു AR². 4-ാം പദം കിട്ടാൻ 3 പ്രാവശ്യം നമ്മൾ പൊതുഗുണിതം ഗുണിക്കുന്നു AR³ 5-ാമത്തെ പദത്തിന് വേണ്ടി AR⁴ എന്ന രൂപത്തിൽ എഴുതാം. അങ്ങനെ n-ാം പദമാണെങ്കിൽ AR⁻n-1 എന്ന രീതിയിൽ. അപ്പോൾ ഇത്രയും പദങ്ങളുടെ തുക കൂട്ടിയതാണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട S. അടുത്ത സ്റ്റെപ്പ് നോക്കുക. നമ്മൾ മറ്റൊരു
സൂത്രവാക്യം ഇവിടെ എഴുതുകയാണ്. ഈ എസ്സിനോട് കൂടി പൊതുഗുണിതം ഒരിക്കൽ കൂടി ഗുണിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് SR കിട്ടുന്നു. ഒരു സൂത്രവാക്യത്തിൻ്റെ ഒരു സമവാക്യത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഗുണനം നടന്നാൽ, ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മറുഭാഗത്തും അതേ ക്രിയ ചെയ്താലേ ആ സൂത്രവാക്യം സന്തുലിതമാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഭാഗത്ത് എല്ലാ പദങ്ങളിലും 6 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ A ആണുള്ളത്. 6 കൊണ്ട് ഗുണിക്കുമ്പോൾ AR കിട്ടുന്നു. ARൻ്റെ കൂടെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ AR സ്ക്വയർ ആകുന്നു. AR സ്ക്വയറിൻ്റെ കൂടെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ AR ക്യൂബ് ആകുന്നു. AR ക്യൂബിൻ്റെ കൂടെ 6 ഒരിക്കൽ കൂടി ഗുണിക്കുമ്പോൾ AR റേസ് ടു 4 ആകുന്നു. അങ്ങനെ AR റേസ് ടു n-1നെ ഒരു പ്രാവശ്യം കൂടി 6 കൊണ്ട് ഗുണിക്കുമ്പോൾ AR റേസ് ടു n ആകുന്നു. അതിൻ്റെ മുന്നിലെ പദം സ്വാഭാവികമായും AR റേസ് ടു n-1 ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ നോക്കുക, മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇതിൽ ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം ഇവ നോക്കുക. ഒന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കിഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ AR നിന്ന് AR മൈനസ് ചെയ്തു പോകുന്നു. AR സ്ക്വയറിന് AR സ്ക്വയർ മൈനസ് ചെയ്യുന്നു. AR ക്യൂബിൽ നിന്ന് AR ക്യൂബ് മൈനസ് ചെയ്യുന്നു. അതുപോലെ AR റേസ് ടു n-1 AR റേസ് ടു n-1 ഇവിടെ ഉണ്ട്. അത് രണ്ടും കിഴിച്ച് പോകുന്നു. പിന്നെ ഇവിടെ ബാക്കി വരുന്നത്, ഇവിടെ ഒന്നാമത്തെ പദത്തിൽ A ആണ് ബാക്കി വരുന്നത്. രണ്ടാമത്തെ പദത്തിൽ AR റേസ് ടു n ആണ്. ഉത്തരം നമുക്ക് കിട്ടുന്നു S മൈനസ് SR ഈസ് ഈക്വൽ ടു A മൈനസ് AR റേസ് ടു n എന്ന ഉത്തരത്തിൽ നമ്മൾ എത്തുന്നു. ഇതിൽ നിന്ന് നമുക്ക് പൊതുഘടകം പുറത്തേക്കെടുക്കാം. S മൈനസ് SR എന്നതിൽ S പൊതുഘടകമാണ്. അത് പുറത്തേക്കിടുമ്പോൾ S ഇൻറ്റു 1 - R കിട്ടുന്നു. അതുപോലെ A മൈനസ് AR റേസ് ടു n-ൽ നിന്ന് A പുറത്തേക്ക് എടുക്കുമ്പോൾ 1 - R റേസ് ടു n എന്ന പദം കിട്ടുന്നു. അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ് നോക്കുക. ഇവിടെ 1 - R കൊണ്ട് ഹരിക്കുകയാണ്. ഇവിടെ ഹരിക്കുമ്പോൾ ഈ ഭാഗവും ഹരിക്കുന്നു. ഇവിടെ S ഇൻറ്റു 1 - Rനെ 1 - R കൊണ്ട് ഹരിക്കുമ്പോൾ S എന്ന് കിട്ടുന്നു. A ഇൻറ്റു 1 - R റേസ് ടു n-നെ ഹരിക്കുമ്പോൾ A ഇൻറ്റു 1 - R ബൈ 1 - R എന്നുള്ള സൂത്രവാക്യത്തിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ഏതാനും പദങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്യമാണ് A ഇൻറ്റു 1 - R റേസ് ടു n ബൈ 1 - R എന്നത്. നമ്മൾ രണ്ട് തട്ടിൽ വെച്ച് തൂക്കുന്ന കളിയുമായി ബന്ധപ്പെട്ട ഒരു ഗെയിം രൂപത്തിലുള്ള ആവിഷ്കാരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കുക, രണ്ട് കുട്ടികൾ തമ്മിൽ കളിക്കുകയാണ്. അനിലും ബാബുവും തമ്മിലാണ് കളി നടക്കുന്നത്. ഇവിടെ ഒരാൾ 1000 എന്ന തൂക്കം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. മറ്റേയാൾക്ക് കൊടുത്തിരിക്കുന്നത് 500-മാണ്. ഇതിന് നമുക്ക് കട്ടി ഇവിടെ കണ്ടെത്തണമെങ്കിൽ ഇവിടെ ഹൈഡിന് പകരം ഷോ എന്നുള്ളത് കാണിച്ചാൽ നമുക്ക് 7 കട്ടികൾ ഉപയോഗിച്ചാണ് ഇവിടെ തൂക്കേണ്ടത്. 721, 3, 9, 27, 81, 243, 729 കട്ടികൾ ഉപയോഗിച്ചാണ് തൂക്കേണ്ടത്. അപ്പോൾ ഈ 7 കട്ടികൾ ഉപയോഗിച്ച് ഇവർക്ക് കൊടുത്തിരിക്കുന്ന തൂക്കങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തത് അനിലിൻ്റെ ഊഴമാണ്. അനിലിന് വേണ്ടി നമുക്ക് 729, 243 അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് 28ആണ്. അപ്പോൾ 27 1 നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 1000-മായി. A ഗ്രേഡ് കിട്ടി, വെരി ഗുഡ് കിട്ടി, 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓക്കെ എന്നായിട്ടുണ്ട്. നമ്പർ 2 ബാബുവിൻ്റെ ഊഴമാണ്. ബാബുവിന് ഇവിടെ 500 കൊടുത്തിരിക്കുന്നത്. 729 കട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങേ തട്ടിൽ 243,
9 വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ബാബുവിൻ്റെ ഒന്നാമത്തെ തട്ട് ഈ പച്ചയാണ്, ഇളം പച്ചയാണ് രണ്ടാമത്തെ തട്ട്. അതുപോലെ ഒന്നാമത്തെ കളിക്കാരൻ അനിലിൻ്റെ ഒന്നാമത്തെ തട്ട് കടും നീലയും രണ്ടാമത്തെ തട്ട് ഇളം നീലയുമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 729 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ നമുക്കിവിടെ 27 സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 504 അപ്പോൾ ഇവിടെ 4 അധികമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 3 1 കൊടുക്കാം. 3ൻ്റെ കട്ടിയുണ്ടല്ലോ, 1ൻ്റെ കട്ടിയുണ്ട്. ഇപ്പോൾ അനിലിൻ്റെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. A+ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പോൾ ഈ രീതിയിലാണ്. ഇനി ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഹെൽപ്പ് ലൈൻസ് ഇവിടെ ഉണ്ട്. ഹെൽപ്പ് 1 സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇവർ ഒന്നാമത്തെ തട്ടിൽ വെച്ചിരിക്കുന്ന മൊത്തം എത്രയാണ് എന്ന് കാണാൻ കഴിയും. അതുപോലെ രണ്ടാമത്തെ ഹെൽപ്പ് ലൈൻ സ്വീകരിച്ചാൽ ഇവിടെ രണ്ടാമത്തെ തട്ടിൽ 0 എന്നുള്ളത് കാണാം. അതുപോലെ മൂന്നാമത്തെ ഹെൽപ്പ് ലൈൻ സ്വീകരിച്ചാൽ 2 തട്ടിലുമുള്ളതുണ്ട്. അതിനനുസരിച്ച് മാർക്ക് കുറയുന്നുണ്ട്. ഇവിടെ 7 മാർക്കായി ചുരുങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ നോക്കുക 9 മാർക്കായിട്ട് 1 മാർക്ക് കുറയുന്നുണ്ട്. ഒന്നാമത്തെ ഹെൽപ്പ് ലൈന് 2 മാർക്ക് കുറഞ്ഞ് 8 മാർക്കാവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കുറവുകൾ വരും ഹെൽപ്പ് ലൈൻ സ്വീകരിച്ചാൽ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് രീതി അനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് ഇവിടെ ഓരോ കളിക്കും കിട്ടുന്ന മാർക്ക് ഇവിടെ 5 കളിക്ക് ശേഷം ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് അവരെ വിജയിയായി പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് ഈ കളി നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.